അപ്പോൾ നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുമ്പോൾ ആയുർവേദമൊക്കെ പഴയ BC-യിലെ അല്ലേ ഇന്നത്തെ രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവർ വലിയൊരു വിജ്ഞാനത്തെയാണ് നമ്മൾ അവഗണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അമിതമായ BP വർദ്ധിക്കുന്നത് കൊണ്ടോ ഒക്കെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഹാർട്ടിന്റെ മസിൽസ് പലപ്പോഴും വീക്കായി മാറാം. രണ്ടാമത്തെ മാർഗമാണ് ഹാർട്ടിന്റെ മസിൽസ് വീക്കാണ്. ഈ വീക്കായിട്ടുള്ള മസിൽസിനെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഒത്തിരി അധികം മരുന്നുകൾ ഹാർട്ട് പമ്പിങ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഇന്ന് എൻ്റെ ഇടയ്ക്ക് ഒരു രോഗി വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ പമ്പിങ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഹൃദയത്തിന്റെ പമ്പിങ്ങിനെ കുറിച്ചും അതിലുള്ള ആയുർവേദ ചികിത്സകളെ കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഈ ആയുർവേദം എന്ന് പറയുന്നത് പലപ്പോഴും അറിവുകളുടെ അല്ലെങ്കിൽ ചികിത്സകളുടെ വലിയൊരു അക്ഷയഖനിയാണ്. ഏത് രോഗമെടുത്ത കഴിഞ്ഞാലും അതിൻ്റെ ഒരുപാട് നല്ല ചികിത്സകൾ ഈ പറയുന്ന രോഗങ്ങൾ പണ്ടുമുള്ളത് തന്നെയാണ്. ഈ 2000 വർഷം മുമ്പും 3000 വർഷം മുമ്പും എല്ലാം ഇന്നുള്ള അതേപോലെ തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതും ആൾക്കാർ മരിക്കുന്നതും ഒക്കെ. അപ്പോൾ അന്നത്തെ ആചാര്യമാര് അല്ലെങ്കിൽ അന്നത്തെ വൈദ്യന്മാര് ഇവർ മരിച്ചു കഴിഞ്ഞ വ്യക്തികളുടെ ബോഡികളൊക്കെ പരിശോധിച്ച് മരണകാരണമൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാലത്ത് നമ്മൾ പറയുന്ന കാൽഷ്യം ബ്ലോക്കും എല്ലാം ഇവർക്കറിയാം, വാൽവുകളുടെ പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലക്ഷണം കൂടെ പറയുകയും അതിനുള്ള ചികിത്സകളൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുമ്പോൾ ആയുർവേദമൊക്കെ പഴയ BC-യിലെ അല്ലേ ഇന്നത്തെ രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവർ വലിയൊരു വിജ്ഞാനത്തെയാണ് നമ്മൾ അവഗണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിലെ ഏറ്റവും എല്ലാ രോഗത്തെക്കുറിച്ചും ഒരുമാതിരിപ്പെട്ട നമുക്കറിയാം, പകർച്ചവ്യാധികളെ കുറിച്ചാണെങ്കിലും ഏത് രോഗങ്ങളെ കുറിച്ചാണെങ്കിലും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഈ ഹാർട്ട് പമ്പിങ്ങിനെ കുറിച്ച് ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ഒത്തിരി അധികം ചികിത്സിച്ചിട്ടുള്ള രോഗം ഏറ്റവും എളുപ്പമാണ്. ഹാർട്ട് പമ്പിങ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നിസ്സാരമായ ചികിത്സകളിൽ ഒന്നാണ്. നമുക്കറിയാം പല രീതിയിൽ നമ്മളിവിടെ ഹാർട്ടിന്റെ ബ്ലോക്കിന്റെ കൊറോണറി ആർട്ടറി ബ്ലോക്ക് ഒക്കെ ചികിത്സിക്കുന്നതാണ്. അപ്പൊ ബ്ലോക്ക് ഉള്ളവർക്ക് ഹാർട്ടിന്റെ പമ്പിങ് വളരെ കുറവായിരിക്കും. ബിക്കോസ് നമുക്കറിയാം വേണ്ടത്ര പോഷണ മസിലുകൾക്ക് എത്തുന്നില്ല, അതുകൊണ്ട് തന്നെ പമ്പിങ് കുറയും. അപ്പോൾ അവരുടെ ബ്ലോക്ക് ഇല്ലാതാവുമ്പോൾ നാച്ചുറലി ഒരു ഹാർട്ട് പമ്പിങ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ വാൽവുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഹാർട്ട് പമ്പിങ് കുറയും. അതുപോലെ തന്നെ ഏറ്റവും പ്രശ്നം കണ്ടിട്ടുള്ളത് മയോപ്പതീസ്, കാർഡിയാക് മയോപ്പതീസ്, അതായത് മസിൽ ഫങ്ഷൻസ് വേണ്ടത്രമില്ല, മസിൽ വീക്ക്നെസ് അല്ലെങ്കിൽ അമിതമായ BP വർദ്ധിക്കുന്നത് കൊണ്ടോ ഒക്കെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഹാർട്ടിന്റെ മസിൽസ് പലപ്പോഴും വീക്കായി മാറാം. ഈ വീക്കായിട്ടുള്ള മസിലുകളെ വർദ്ധിപ്പിക്കുക, ശക്തിപ്പെടുത്തുക എന്നുള്ളത് ആയുർവേദത്തെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ചികിത്സയാണ്. അതിനേക്കാൾ ഒരിക്കൽ ഒരു രോഗി വന്നു കഴിഞ്ഞപ്പോഴാണ് ഗൾഫിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നടക്കാൻ പോലും പറ്റുന്നില്ല. അതായത് ഭാര്യയൊക്കെ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുള്ളത്, പിടിച്ച് ബാത്റൂമിലേക്കൊക്കെ പോകണമെങ്കിൽ ഭാര്യ പിടിച്ചു കൊണ്ടുപോകണം. ക്ലിനിക്കിലേക്ക് ആണെങ്കിൽ വരുന്നത് പിടിച്ചുകൊണ്ടാണ് ആളെ കൊണ്ട് കസേരയിൽ കൊണ്ട് ഇരുത്തിയത്. അപ്പൊ നോക്കുമ്പോൾ ഗ്ലോബൽ ഹൈപ്പോകൈനേസിയാണ്. ഒരു 10-15 അവിടേക്കൊക്കെ ഉള്ളൂ ആളുടെ ഒരു ഹാർട്ട് പമ്പിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹൃദയം മാറ്റിവെക്കുക, ശസ്ത്രക്രിയ പോലെയുള്ള സാധനങ്ങളെ അതിനൊരു പരിഹാരമുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ രോഗിയൊക്കെ വരുന്നത്. പക്ഷെ നമ്മുടെ ചികിത്സ നോക്കുമ്പോൾ ഹാർട്ടിൻ്റെ ഉള്ളൊരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ട്. നമുക്ക് ഈ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വാൽവിന്റെ സ്വരം എന്നല്ലാതെ തന്നെ ഒരു പ്രത്യേക ഒരു നീർക്കെട്ടിന്റെ ഒരു സ്വരം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നു. അപ്പൊ ഈ വ്യക്തിയുടെ ഉള്ളില് ഭയങ്കര നീർക്കെട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീർക്കെട്ട് കുറയുന്ന മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്, കുറച്ചു കാലം മുമ്പാണ്. 3-4 ദിവസമായപ്പോഴേക്കും ആൾക്ക് സ്വയം നടക്കാനായിട്ടൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് 3-4 തരത്തിലാണ് ഇതിന്റെ ചികിത്സ. ഒന്ന് ഹാർട്ടിന്റെ കൊറോണറി ബ്ലോക്കുകൾ മാറ്റുക എന്നുള്ളത്, കാൽഷ്യം ബ്ലോക്ക് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ സോഫ്റ്റ് ബ്ലോക്ക് ആണെങ്കിൽ അത് മാറ്റുക എന്നുള്ളത് ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഹാർട്ട് പമ്പിങ് വർദ്ധിപ്പിക്കാനുള്ള മാർഗം. രണ്ടാമത്തെ മാർഗമാണ് ഹാർട്ടിന്റെ മസിൽസ് വീക്കാണ്. ഈ വീക്കായിട്ടുള്ള മസിൽസിനെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഒത്തിരി അധികം മരുന്നുകൾ ഹാർട്ട് പമ്പിങ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആയുർവേദത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നിസ്സാരം, അതായത് ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 1 month മെഡിസിനെടുത്ത് നമ്മൾ എക്കോ ചെയ്ത് നോക്കുമ്പോഴേക്കും ഇതിന്റെ ഹാർട്ട് പമ്പിങ് ഒരുപാട് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നീർക്കെട്ട് കുറയ്ക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ചില മരുന്നുകളൊക്കെ ഉണ്ട്, ചെസ്റ്റ് മസിൽസിലൊക്കെ ഇടുന്നു, ഉള്ളിലേക്ക് കഴിക്കുന്നു. ഇതിലൂടെ തന്നെ വളരെ പെട്ടെന്ന് ഹാർട്ടിന്റെ നീർക്കെട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.